ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ന്യൂസ്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിക് ബോർഡ് അതായത് KSEBയുടെ മീറ്ററിൽ ചില മാറ്റങ്ങൾ വരുന്നു. ഇനി മുതൽ നമ്മൾ ബില്ല് പേ ചെയ്യുമ്പോൾ റീചാർജ് ചെയ്ത ശേഷമായിരിക്കും ബില്ല് പേ ചെയ്യുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഒരു ഫോട്ടോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കൊണ്ട് ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ പലരും ഇത് ഫേക്കാണെന്ന് കരുതിയിരിക്കുകയാണ്. പക്ഷേ സംഭവത്തിൽ അത് ഫേക്കല്ല. കേരളത്തിലെ ഇലക്ട്രിക് മീറ്ററുകളെല്ലാം മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നീക്കം വരുന്നുണ്ട്. എന്നിട്ട് അതിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ടെക്നോളജി ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലയിലും ലേറ്റസ്റ്റ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വൈദ്യുതി ഉപയോഗം കുറക്കാനും അത് മാത്രമല്ല KSEB ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അതായത് തൊഴിൽ വെട്ടിച്ചുരുക്കാനുമാണ്. ഇപ്പോഴത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, KSEBയിൽ നിന്ന് മീറ്റർ റീഡർമാർ വന്ന് നമ്മുടെ വീടുകളിൽ വന്ന് അവർ മീറ്റർ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിന് ഒരു നിശ്ചിത തുക അവർ കണക്കാക്കും. അതിനുശേഷം അതിൻ്റെ ബില്ല് നമ്മുടെ വീടുകളിൽ എത്തും. ഇനി വരുന്ന ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു നിശ്ചിത തുക നമ്മൾ റീചാർജ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ആ തുക അങ്ങനെ അതിൽ നിന്ന് തീർന്നു പോകും. അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഒരു ടെക്നോളജി. അപ്പോൾ അതിലെ റീചാർജ് തുക കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യണം. അല്ലാതെ KSEBക്കാർ ഫ്യൂസ് വരാനൊന്നും വരികയില്ല. ഈ ഒരു സിസ്റ്റത്തിലൂടെ വലിയൊരു വൈദ്യുതി സംരക്ഷിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റീചാർജ് തുക തീരും എന്നൊരു പേടി, ആ ഒരു ഭയം ഉണ്ടാകുമല്ലോ. അതിപ്പോൾ സാധാരണ നമ്മൾ ഒരു കോൾ ചെയ്യുകയാണെങ്കിൽ മതി പൈസ തീരും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമ്മളെല്ലാവരും വെറുതെ കത്തി നിൽക്കുന്ന ലൈറ്റ് ഓഫ് ആക്കും. നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കും. അതായത് പൈസ തീരും എന്നുള്ള ആ ഒരു സംസാരം വരുമ്പോഴേക്ക് നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ വൈദ്യുതി കെയർ ചെയ്യും. ഇതോടുകൂടി മീറ്റർ റീഡർമാരുടെ തൊഴിലും തീരുമാനമാകും എന്നാണ് കരുതുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കേരളവും ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പല സ്ഥലങ്ങളിൽ ഇത് വിജയിച്ചിട്ടുണ്ടല്ല, ഇംപ്ലിമെൻറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും ഇത് വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിച്ച ഒരു ദിവസം നമ്മൾ എത്ര കറണ്ട് ഉപയോഗിച്ചോ ആ കൃത്യമായ റിപ്പോർട്ട് നമുക്ക് ഇതിലൂടെ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കും. അതേസമയം തന്നെ എല്ലാവർക്കും ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു കേട്ടു. വ്യക്തമായി അറിയില്ല. അതായത് 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. ഏതായാലും കുറച്ച് ഉടനെ തന്നെ ഈ ഒരു സിസ്റ്റം വരികയില്ല. അല്പം വൈകി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഈ ഒരു സിസ്റ്റം വരുമെന്ന് നമുക്ക് എല്ലാവർക്കും കരുതാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.